നമസ്കാരം. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മുടെ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെയാണ്. അതായത് റിപ്പോർട്ടർ ചാനലിലെ ആ റോഷിപാലിനെതിരെ നിസാർ കുമ്പിളയും ചില യൂത്ത് കോൺഗ്രസിന്റെ സംഘവുമൊക്കെ ഒരു കൊലവിളി ക്യാമ്പയിൻ നടത്തിയ കാഴ്ച നമ്മളൊക്കെ കണ്ടിരുന്നല്ലോ. എന്തിന്റെ പേരിലാണ്? അതായത് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ SDPI രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. പിന്നെ അവരുടെ വോട്ടൊക്കെ കിട്ടി രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി SDPI അഹോരാത്രം പണിയെടുത്ത് അതിനൊരു റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും SDPI ഒരു പ്രകടനമൊക്കെ നടത്തും. അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്നൊക്കെയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നത്. അതൊക്കെ വെറും പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന നേർചിത്രം റിപ്പോർട്ടർ ചാനലിലെ ആ റോഷിപാൽ ആ ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ കാണിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി. അതായത് വർഗീയ കക്ഷികളുടെയൊക്കെ തിണ്ണ നിരങ്ങിയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്ന് നമ്മളെയൊക്കെ വളരെ ഗംഭീരമായിട്ട് കാണിച്ചു തന്നു. LDF പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് കാണിച്ചിരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പാലക്കാട് സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെങ്കിലും ഒരു നാണം കെട്ട വിജയമായി പോയി എന്ന് അവസാനം കോൺഗ്രസിനകത്തുള്ള ആളുകൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായി. അതായത് SDPIയുടെ പിന്തുണയില്ലാതെ UDFന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ റോഷിപാൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് വസ്തുതയല്ലേ? അപ്പോൾ അങ്ങനെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കൈപ്പാങ്ങിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് തീർത്തേക്കണം എന്നായിരുന്നു കോൺഗ്രസിന്റെയും ചില യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പല നേതാക്കന്മാരുടെയൊക്കെ ആഹ്വാനം. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ജോലി വളരെ സത്യസന്ധമായി ചെയ്തതിന്റെ പേരിൽ അങ്ങ് വിധി കൽപ്പിക്കുകയാണ്, തീർപ്പ് കൽപ്പിക്കുകയാണ്, ഇനി അവൻ വേണ്ട എന്ന്. സമൂഹ മാധ്യമങ്ങളിൽ ആ റോഷിപാലിനെതിരെ കൊലവിളി ക്യാമ്പയിൻ അതിരൂക്ഷമായ രീതിയിൽ അങ്ങ് പടർന്നു പിടിക്കുന്നു. ആ ചെയ്തിക്കെതിരെ LDF രംഗത്തേക്ക് വരുന്നു. പല മലയാളികളും ഒറ്റക്കെട്ടായി രംഗത്തേക്ക് വരുന്നു. അക്രമ രാഷ്ട്രീയം വെച്ചു പുലർത്താൻ കഴിയില്ല, ഇങ്ങനൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ആ റോഷിപാലിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും സതീശനോ സുധാകരനോ ഒന്ന് രംഗത്തേക്ക് വന്ന് അത്തരം ക്യാമ്പയിനുകൾ നടത്താൻ പാടില്ല, അത്തരം ക്യാമ്പയിനുകൾ നടത്തുന്നത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക, അതുകൊണ്ട് ആ റോഷിപാലിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ വേട്ടയും ഈ കൊലവിളി ക്യാമ്പയിനും നിർത്തണമെന്ന് നമ്മളാരും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ നിശബ്ദമായി അവരും ആ സൈബർ വേട്ട നടത്തുന്ന അല്ലെങ്കിൽ കൊലവിളി ക്യാമ്പയിൻ നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ അവസാനം ആ റോഷിപാല് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് ഈ നിസാർ കുമ്പിളയ്ക്കും അതുപോലെ തന്നെ 8 പേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതാണ്. അതായത് രാഷ്ട്രീയമൊക്കെ ഒരു വശത്ത് കിടക്കട്ടെ, ഇലക്ഷനൊക്കെ എല്ലാ 5 വർഷം കൂടുമ്പോഴൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ്. പക്ഷേ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരാളെ അങ്ങ് തീർത്തു കളയുക എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് തീർത്തും നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ആ റോഷിപാലിനും ഈ പറയുന്ന പോലെ ഒരു കുടുംബം ഉള്ളതാണ്, അദ്ദേഹത്തിനെയും കാത്തിരിക്കാൻ അവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പഴയൊരു KSUക്കാരൻ കൂടിയായ, അതായത് വടകരയിലെ പഴയൊരു അതിശക്തനായിട്ടുള്ള ഒരു KSUക്കാരൻ കൂടിയാണ് ആ റോഷിപാൽ. അങ്ങനെ ഒരാൾക്കെതിരെ ഇന്നലത്തെ മഴയിൽ കുരുത്ത ചില നേതാക്കൾ, ചില കുരുപ്പുകൾ അങ്ങ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയം? അക്രമ രാഷ്ട്രീയമല്ലേ അവർ പയറ്റുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റിയ കേസിൽ 5ാം പ്രതിയായിട്ടുള്ള സോയിമോനെ പോലും നിങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൊലവിളി ക്യാമ്പയിനെ ഒന്നും അത്ര ഗൗരവത്തോടെ കാണാൻ ഒരു സാധ്യതയുമില്ല കേട്ടോ നിങ്ങളുടെ നേതൃത്വം. അതായത് സതീശനും സുധാകരനും ഒക്കെ എൻ്റെ കുട്ടിയോള് എന്നല്ലേ അന്ന് ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധാകരനൊക്കെ നടത്തിയ പ്രതികരണം ഇറന്നു മേടിച്ചതാണത്രേ ധീരജ് രാജേന്ദ്രൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലൊക്കെ പലപ്പോഴും ഇത്തരം ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് ഈ വിഷയത്തിൽ ആ റോഷിപാലിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റാക്കിനെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു സാഹചര്യവുമില്ല. ആ റോഷിപാലിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തേക്ക് വന്നാലേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിൽ എന്താണ് മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു നിലപാട്? ആ റോഷിപാലിനെതിരെ ഒരു പറ്റം കോൺഗ്രസിലെ ആളുകൾ ഇയാളെ അങ്ങ് തീർത്ത് കളയണം എന്ന രീതിയിൽ
ഒരു കൊലവിളി ക്യാമ്പയിൻ നടത്തിയപ്പോൾ അതിശക്തമായ രീതിയിൽ കോൺഗ്രസിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു അന്തിച്ചർച്ച നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം രംഗത്തേക്ക് വന്നോ? റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് അവർ മാത്രം ആ കാര്യം ചെയ്തു കേട്ടോ. ആ റോഷിപാലിനെതിരെ അതിശക്തമായിട്ട് ഇവർ ആക്രമണം തുടർന്നപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് എതിരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ UDFന്റെ സൈബർ വിങ് ഒക്കെ ഒരു വ്യാജ വീഡിയോവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. എന്താണ് ആ വീഡിയോ? അതായത് KPM ഹോട്ടലിൽ ഒരു ട്രോളി ബാഗ് കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടിരുന്നല്ലോ. അവസാനം അത് ശരിയാണ് എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. ആ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ഇന്നും അന്ന് ജനങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആ ട്രോളി ബാഗ് എങ്ങോട്ട് പോയി, അതിലെന്തായിരുന്നു എന്ന ചോദ്യത്തിനൊന്നും ആർക്കും ഇതുവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്, പറയേണ്ട കാര്യമില്ലല്ലോ നീ. അപ്പോൾ ആ അന്നേ ദിവസം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ആ റോഷിപാല് അവിടെ നിന്ന് പുറത്തിറങ്ങി അവിടെ CPMന്റെയും അതുപോലെ തന്നെ BJPയുടെയും നേതാക്കളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇത് അവിടുത്തെ വിഷയങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചോർത്തി കൊടുക്കുന്നതാണെന്ന രീതിയിൽ അദ്ദേഹം ഒരു ചാരനാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പലരും വേറെ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ശ്രമം? അതായത് ആ റോഷിപാലിനെതിരെ നടക്കുന്ന കൊലവിളി ക്യാമ്പയിൻ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസ്, അതായത് ഈ UDFന്റെ ചില സൈബർ വിങ് കുരുപ്പുകൾ, ചില സൈബർ വെട്ടുക്കിളികൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മോശമായ സന്ദേശം നൽകുന്ന ചില പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ മോളെ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പാടില്ല, അത് തെറ്റായ സന്ദേശം ഉണ്ടാക്കും, അത് മോശമാണ് എന്ന് പറഞ്ഞ് ഒരു നേതാവും വിളിക്കുന്നില്ലല്ലോ. എന്നാൽ മറിച്ച് നേതാക്കൾ അത് ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, അത് ന്യായീകരിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ഈ കോൺഗ്രസ് നേതാക്കൾ ഒന്ന് കണ്ടിട്ട് ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും അവർ ഇതുവരെ ശ്രമം നടത്തിയിട്ടില്ല കേട്ടോ. ഇനി പോട്ടെ, ഈ വേറെ വിഷയങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾ മാധ്യമപ്രവർത്തകരെ വിളിക്കുമ്പോൾ പോലും ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ, തീർത്ത് കളയണമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയിലെ നേതാക്കൾ വിളിക്കുന്ന പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിന് ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാൻ പോലും ഒരു മാധ്യമപ്രവർത്തകനും ആർജവം കാണിച്ചില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. സഹപ്രവർത്തകരോടുള്ള പ്രതിബദ്ധത എത്രത്തോളമാണെന്നും കോൺഗ്രസിനോടുള്ള വിധേയത്വം എത്രത്തോളമാണെന്നും പഞ്ചപുച്ഛമടക്കിയാണ് നമ്മുടെ മാധ്യമങ്ങൾ പക്ഷത്തിന്റെ കാലിൽ കിടക്കുന്നതെന്നുമൊക്കെ ഈ സംഭവത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാക്കി നിങ്ങൾ തന്നെ തന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ റോഷിപാലിന് എതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടന്നപ്പോൾ എന്തുകൊണ്ട് ഈ ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി ഡിബേറ്റ് നടത്തിയ, എന്തുകൊണ്ട് അത്തരത്തിലുള്ള BJP ഏജന്റുമാർക്ക് വേണ്ടി, വർഗീയവാദികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള പല മാധ്യമങ്ങളും ഈ പറയുന്ന ഒരു വർഗീയവാദിയുമല്ലാത്ത, ഒരു BJP ഏജന്റുമല്ലാത്ത ആ റോഷിപാലിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല എന്നതും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോ ഇങ്ങനൊരു സംഭവത്തിന് കാരണക്കാർ, അതായത് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരല്ല ഇങ്ങനൊരു കൊലവിളി ക്യാമ്പയിൻ നടത്തിയത് എന്ന് വിചാരിക്കുക. അത് നടത്തിയതുപോലെ DYFIയോ SFIയോ അങ്ങനെ ആണെന്ന് വിചാരിക്കുക. എന്താകുമായിരുന്നു ഇവിടെ? പോട്ടെ, അങ്ങനെ ഒരു സംഘടന നടത്തണ്ട, ഏതെങ്കിലും ഒരു അനുഭാവി നടത്തിയെന്ന് വിചാരിക്കുക. എന്താകുമായിരുന്നു? നമ്മുടെ കേരളം കത്തിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരിൽ എന്തൊക്കെ അന്തിച്ചർച്ചകൾ നടത്തുമായിരുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വരെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അന്തിച്ചർച്ചയും അന്തിയില്ലാത്ത ചർച്ചയും ഒക്കെ നടത്തി ഇവർ ആ വിഷയത്തെ എത്രത്തോളം കത്തിക്കാൻ പറ്റുമോ അത്രത്തോളം കത്തിക്കുമായിരുന്നില്ലേ? ഇവിടെ അതൊന്നും കാണുന്നില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പല്ലേ സുധാകരൻ ഈ പറയുന്ന മാധ്യമങ്ങളോട് തട്ടിക്കേറിയത്? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പല്ലേ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ അതായത് നിങ്ങളെ കാണിച്ചു തരാം എന്ന രീതിയിൽ ഒരു ഭീഷണി മുഴക്കിയത്? ആ വിഷയത്തിലൊന്നും എന്തുകൊണ്ടാണ് ഇവർ അന്തിച്ചർച്ച നടത്താത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ അന്തിച്ചർച്ചയാണ്. ആ കടക്ക് പുറത്തെന്ന് പറയാനിടയായ സാഹചര്യം എന്താണ് എന്നവർ പറയുന്നില്ല. മാധ്യമപ്രവർത്തകർ അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ തടയും, അതിനെ ചെറുക്കും, അത് സ്വാഭാവികമാണ്. എന്നാൽ തങ്ങൾ ചെയ്യുന്ന കള്ളങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിയരുത് എന്ന് ഒരു നിർബന്ധ ബുദ്ധിയുള്ള മാധ്യമങ്ങൾ വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ഒന്ന് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. എന്നിട്ട് തങ്ങളെ എതിർക്കുന്ന ആളുകളെ ഒരു മാധ്യമ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മാധ്യമ പ്രവർത്തനമൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേട്ടോ. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ആ റോഷിപാലിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ആ പാർട്ടിയുടെ നേതാവുമായിട്ട്
ആ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് റിസൈൻ ചെയ്ത ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വനിതാ നേതാവിൻ്റെ മകൾ നിൽക്കുന്ന ഒരു ചിത്രം കൂടി ആ വനിതാ നേതാവിൻ്റെ മകൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിൽ തന്നെ നിരവധി ആളുകൾ, അതായത് കോൺഗ്രസ് നേതാക്കളുടെ മുൻ MLA-മാരുടെയൊക്കെ ഭാര്യമാരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും തന്നെ ഈ വിഷയത്തിൽ അതിശക്തമായി ആ റോഷിപാലിനെതിരെ ഈ കൊലവിളി ക്യാമ്പയിൻ നടത്തിയ ആളുകളെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ആ റോഷിപാലിനെതിരെ ഈ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേട്ട കൊലവിളി ക്യാമ്പയിൻ അതിനതാ ഇപ്പോൾ സൈബർ പോലീസ് നല്ല ഗംഭീരമായിട്ടുള്ള അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയം കാണിക്കുന്ന കൊലവിളി ക്യാമ്പയിൻ നടത്തുന്നവർ ആരാണെങ്കിലും അവർ പ്രതിരോധിക്കപ്പെടുക തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SDPയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ SDPയുടെ തിണ്ണനിറങ്ങി അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും SDPക്ക് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. SDPയുടെ വോട്ട് എനിക്ക് വേണ്ട, RSSന്റെ വോട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറയുകയും പിന്നീട് SDPയുടെയും RSSന്റെയും തിണ്ണനിറങ്ങി അവരുടെ വോട്ട് മേടിച്ചെടുക്കുകയും പിന്നീട് അതൊക്കെ പുറത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ തീർത്ത് കളയും എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.